അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ ദുആ, അത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ. റമളാനിൻ്റെ അവസാന ദിവസങ്ങൾ. ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. രാത്രി കാറ്റുപോലും ശാന്തമാണ്. ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത് ആയിഷ എന്നൊരു പെൺകുട്ടിയായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ഈമാനായിരുന്നു. അവൾക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദീനിയായ ജീവിതം, ഒരു ഭർത്താവ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ, ഒരു ചെറിയ വീട്, അവിടെ ഖുർആൻ ഓതുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ. പക്ഷേ അവൾ അതെല്ലാം സ്വപ്നം കണ്ടു എങ്കിലും അവൾക്ക് ജീവിതം എളുപ്പമല്ലായിരുന്നു. പ്രയാസകരമായ ജീവിതമായിരുന്നു. കാരണം അവൾക്ക് വിവാഹം ശരിയാകുന്നുണ്ടായിരുന്നില്ല. ആയിഷയ്ക്ക് പല വിവാഹാലോചനകളും വന്നു. പക്ഷെ ഓരോ തവണയും എന്തെങ്കിലും കാരണത്താൽ അത് തകർന്നു. അത് കാണാൻ വരും, എന്തെങ്കിലും കാര്യം പറഞ്ഞ് അതില്ലാതായി പോകും. ഒരു ദിവസം അവൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഉമ്മ അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, മോളെ, അള്ളാഹു വൈകിപ്പിക്കുമ്പോഴേ അതൊരു രഹസ്യം ഉണ്ടാകും. എൻ്റെ മോളുടെ നിക്കാഹ് കുറച്ച് വൈകുകയാണെങ്കിൽ പഠിച്ചു എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാകും. അല്ലാതെ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് പറയത്തക്ക കുറവൊന്നും. ഉമ്മ, ഞാൻ അല്പം നിറം കുറവായതിനാലാണോ? എന്നാൽ അത് കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടു. എങ്കിലും അവൾ പടച്ച റബ്ബ് അവൾക്ക് കൂടെ ഉണ്ടായിരുന്നു. മനസ്സിനുള്ളിൽ ഒരുപാട് വിഷമങ്ങൾ. കൂടെയുള്ളവരെല്ലാം കല്യാണം കഴിച്ച് പോയി, കുട്ടികളായി. പക്ഷെ ഞാൻ മാത്രം ഇവിടെ കല്യാണം ശരിയാക്കാതെ നിൽക്കുകയാണ്. റബ്ബേ, ഒരു പക്ഷേ വീട്ടുകാർക്ക് വരെ അതിന് ബുദ്ധിമുട്ടാകുമോ എന്നവൾ ഭയപ്പെട്ടു. അപ്പോഴാണ് റമളാൻ മാസം തുടങ്ങിയത്. ആ മാസം ആയിഷയുടെ തന്നെ ജീവിതം തന്നെ മാറ്റിമറിച്ച മാസമായിരുന്നു. അവൾ ഓരോ ദിവസവും ഖുർആൻ പാരായണം ചെയ്തു. അതെ, തനിക്കിതല്ലാതെ വേറൊന്നുമില്ലല്ലോ. കുടുംബമില്ല, ഭർത്താവില്ല, മക്കളില്ല. അതെ, എൻ്റെ ഇഷ്ടം എൻ്റെ ഖുർആന്, എനിക്കിഷ്ടം നിസ്കാരം, പടച്ചിറബിലേക്ക് അടുക്കുക, അതാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അവൾ ഒരുപാട് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. തഹജ്ജുദ് നിസ്കാരം നമസ്കരിച്ചു, ദ്വാ ചെയ്തു, തറാവിഹ് നമസ്കരിച്ചു, വിത്ർ നമസ്കരിച്ചു, പോരാത്തതിന് തസ്ബീഹ് നമസ്കാരവും. എന്നാൽ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടിരുന്നു, പഠിച്ചോനെ, എന്ത് നമ്മൾക്ക് മനസ്സിനുള്ളിൽ ഹാജത്തുണ്ടെങ്കിലും ഹാജത്ത് നിസ്കാരം അത് നിസ്കരിച്ചാൽ എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തരും എന്നുള്ളത്. അത് 12 റക്അത്താണ് എന്നുള്ളതും അവൾ കേട്ടിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഇതുവരെ അത് നിസ്കരിച്ചിട്ടില്ല. എങ്കിലും അവൾ അതെല്ലാം നമസ്കരിച്ചു. അവൾക്ക് ഒരേ ഒരു ആഗ്രഹമായിരുന്നു, റബ്ബേ, വിവാഹം കഴിയുകയാണെങ്കിൽ പടച്ചോനെ സ്വാലിഹ ഒരു ദീനിയായ ഭർത്താവിനെ നൽകണേ അല്ലാ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും എനിക്ക് നീ തരണ്ടല്ല. കാരണം ഒരുപാട് ആളുകളുണ്ട് വേണ്ടാത്ത പ്രവൃത്തികളെല്ലാം ചെയ്ത് നടക്കുന്ന. പടച്ചോനെ, അവരുടെ ഷറിൽ നിന്ന് കാത്തുരക്ഷിക്ക് റഹ്മാനെ. എനിക്ക് സ്വാലിഹ ഒരു ഭർത്താവിനെ തന്നെ നൽക് റഹ്മാനെ. അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അതാ 27-ാം രാവിൻ്റെ ആ ഒരു രാത്രി. സാധാരണ രീതിയിൽ 21-ാം രാവ് മുതൽ ഒറ്റ ദിവസങ്ങളിലാണ് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങാറുള്ളത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അന്ന് അതാ ഒരു 27-ാം രാവിൻ്റെ രാത്രിയാണ്. പള്ളിയിൽ വലിയ തിരക്കാണ്. കാരണം പലരും വിശ്വസിക്കുന്നത് അന്ന് ലൈലത്തുൽ ഖദ്ർ, പ്രബലമായ അഭിപ്രായം അന്നാണെന്നാണ്. ആ രാത്രി ആയിഷ വളരെയധികം ദുഃഖത്തോടെ നിസ്കരിക്കുകയാണ്. സുജൂദിൽ വീണപ്പോൾ അവൾ കരഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ റബ്ബേ, നീ എല്ലാം അറിയുന്നവനാണ്. എനിക്ക് ഈ ലോകത്തിലെ വലിയ സമ്പത്തൊന്നും വേണ്ട. എനിക്ക് ദീനുള്ള ഭർത്താവ് മാത്രം മതി. റഹ്മാൻ റഹീമുമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾക്കൊരുമിച്ച് നിസ്കരിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. എൻ്റെ ജീവിതം നിൻ്റെ വഴിയിലായിരിക്കണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ, നീ എന്നെ മറന്നിട്ടില്ലല്ലോ. ആ രാത്രി അവളുടെ കണ്ണുനീർ സുജൂദിൻ്റെ പായലേക്ക് ഉറ്റി വീണു. എല്ലാം അവൾ പടച്ചിറബിൽ അർപ്പിച്ചു. എന്നാൽ ആ ഒരു ഗ്രാമത്തിലെ തന്നെ പള്ളിയിൽ ഒരു യുവാവായ ഉസ്താദ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര്
ഹംസ ഉസ്താദ് എന്നായിരുന്നു. അവൻ വളരെ നല്ല സ്വഭാവമുള്ളവൻ, ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതൻ. അവർ ഗ്രാമത്തിലെ കുട്ടികളെ ദീൻ പഠിപ്പിക്കാറുണ്ട്. ഒരു ദിവസം ആ പള്ളിയുടെ മുറ്റത്ത് ഒരു പാവപ്പെട്ട കുട്ടി കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ആയിഷ അതുവഴി പോകുമ്പോൾ അത് കണ്ടു. അവൾ ചോദിച്ചു, മോനെ, എന്തിനാ മോൻ കരയുന്നത്? കുട്ടി പറഞ്ഞു, എനിക്ക് ഖുർആൻ പഠിക്കാൻ പുസ്തകമല്ല. അത് കേട്ടപ്പോൾ ആയിഷയ്ക്ക് വല്ലാത്ത സങ്കടമായി. പഠിച്ചോനെ, അതിനെത്തിയും കുട്ടിയാണ് എന്നാണ് പിന്നെ അറിഞ്ഞത്. അപ്പോൾ തന്നെ അവൾ അടുത്തുള്ള കടയിൽ കയറി ചോദിച്ചു. അതെ, അവന് പഠിക്കുവാനുള്ള ഖുർആൻ വാങ്ങിക്കൊടുത്തു. അവൾ പറഞ്ഞു, മോനെ, മോനിത് പഠിക്കണം, ഇത് നിന്റെ ജീവിതം മാറ്റും. അതെല്ലാം ദൂരത്ത് നിന്ന് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഹംസ ഉസ്താദായിരുന്നു. എന്നാൽ ഒരു കുഞ്ഞുമോൻ്റെ കണ്ണീരൊപ്പിക്കൊണ്ട് മുസഫ് സമ്മാനിക്കുന്നതെല്ലാം അവൻ ദൂരെ നിന്ന് കാണുന്നു. ആ ദിവസം ഉസ്താദ് ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. ഇത്ര കരുണയുള്ള ഹൃദയം. അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചു, ആ പെൺകുട്ടി ആരാണ്? അവർ പറഞ്ഞു, അത് ആയിഷയാണ്. ഓ, വേറൊന്നും ഉസ്താദ് ചോദിച്ചില്ല. അല്ലെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് ഉസ്താദ് വിചാരിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹംസ ഉസ്താദ് തൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ. ആ, എന്താ മോനെ? ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഉമ്മ ചോദിച്ചു, ആരാണ് മോനെ? അവൻ പറഞ്ഞു, ആയിഷ. ആയിഷയോ? പൊന്നു മോൻ എന്തൊക്കെയാ പറയുന്നത്? അത് ഉമ്മ, ഞങ്ങളുടെ പള്ളിക്കടുത്തുള്ള മോനെ. ഉമ്മക്കും ഒത്തിരി സന്തോഷമായി. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ആയിഷയുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു. ഉമ്മ അവളെ വിളിച്ചു, മോളെ. ആ, എന്തോ ഉമ്മ? ആ, പിന്നെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് മോൾക്ക്. ആയിഷ ഭയത്തോടെ ചോദിച്ചു, ആരാണുമ്മ? ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മോളെ മറ്റാരുമല്ല, നമ്മളെ പള്ളിയിലെ ഉസ്താദാണ്, ഹംസ ഉസ്താദ്. അത് കേട്ടപ്പോൾ ആയിഷയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. അവൾ മനസ്സിൽ പറഞ്ഞു, റബ്ബേ, ഇത് നീ എനിക്ക് തന്നതാണോ? അവൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. പഠിച്ചോനെ, റബ്ബേ, അല്ലാ, എനിക്ക് അതിന് മാത്രമുള്ള സൗന്ദര്യമുണ്ടോ? ഹംസ ഉസ്താദ് എന്ന് വെച്ചാൽ സുന്ദരനായൊരു ഉസ്താദാണല്ലോ. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നിക്കാഹ് നടന്നു. വലിയ ആഘോഷമൊന്നുമില്ല, പക്ഷേ അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. ആ രാത്രി ഉസ്താദ് അവളോട് പറഞ്ഞു, ആയിഷ, നമ്മൾ ഒരുമിച്ച് ഒരു ദീനിയായ ജീവിതം ജീവിക്കണം. ആയിഷ ചിരിച്ചു പറഞ്ഞു, അതുതന്നെയാണ് എൻ്റെയും സ്വപ്നം. അങ്ങനെയതാ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ നല്ലൊരു ഉസ്താദിനെയാണ് അവൾക്ക് ലഭിച്ചത്. സുഖസന്തോഷമായി അവർ ജീവിക്കുകയാണ്. ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലും അവർ മുന്നോടി കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ആയിഷ ഉസ്താദിനോട് പറഞ്ഞു, ഇക്ക. ആ, എന്താ ആയിഷ? എനിക്ക് ഒരു വാർത്ത പറയാനുണ്ട്. വാർത്തയോ? എന്താണ്? ആയിഷ ചിരിച്ചു. ഞാൻ ഉസ്താദിൻ്റെ കൈകളെടുത്തുകൊണ്ട് അവളുടെ വയറ്റിൽ പതുക്കെ ഒന്ന് തട്ടിച്ചു. ശരിക്കും ഉസ്താദ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, സത്യമാണോ പെണ്ണ് നീ പറയുന്നത്? അതേക്ക. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണിൽ കണ്ണുനീർ ഒലിച്ചിറങ്ങി. അവൻ പറഞ്ഞു, അൽഹംദുലില്ലാ. എന്നാൽ നമ്മുടെ ആയിഷയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ലൈലത്തുൽ ഖദറിൻ്റെ ആ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് അള്ളാഹുവിനേക്ക് അടുത്തപ്പോൾ പടച്ച റബ്ബ് എനിക്ക് ഉത്തരം നൽകി. അതേ, സ്വാലിഹായ ഒരു മനുഷ്യനെയാണ് എനിക്ക് നൽകിയത്. അതെ, ഹൃദയം പൊട്ടി സത്യസന്ധമായുള്ള ദുആ ഒരിക്കലും നഷ്ടമാവില്ല. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ആ ഒരു കണ്ണുനീര്, ആ ഒരു സുജൂദ്, അതെ, അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ആയിഷയുടെ ജീവിതം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിപ്പിച്ചാലും അവൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമുക്കത് നൽകിയിരിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മുടെ ആയിഷയുടെ ഈ ഒരു കഥ. അവൾ ഈ കഥകളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു.
എന്നാൽ ഉസ്താദ് പറഞ്ഞു, പൊന്നു മോളെ, നീ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.